അല്പം സ്പൈസി ആയിട്ടുള്ളതും ഒരു സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടോ സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടാട്ടം. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഫുൾ ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ 1 കിലോ 200 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളകുപൊടി 1 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളകുപൊടി ഇല്ലെങ്കിൽ പകരം സാധാരണ മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എങ്ങനെ തയ്യാറാക്കാമെന്നും എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുമുള്ള വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടുക. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ പകരം മൈദ ചേർക്കുക. അവസാനമായി നാരങ്ങ നീര് 1/2 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചേർത്ത മസാലകളെല്ലാം എല്ലാ ചിക്കൻ പീസിലും ഒരുപോലെ നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. പിന്നീട് മസാല ചിക്കൻ പീസിൽ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും അടച്ചു മാറ്റിവെക്കുക. 2-3 മണിക്കൂർ വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് റെഫ്രിജറേറ്ററിൽ വെക്കുക. ശ്രദ്ധിക്കുക, ഫ്രീസറിലല്ല വെക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കടായിൽ വെളിച്ചെണ്ണ 1 കപ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചിക്കൻ പീസുകൾ ഇതിലേക്കിടുക. പാൻ നിറയെ ചിക്കൻ പീസുകൾ ഇടരുത്, കുറച്ച് സ്പേസ് ഇട്ട് വേണം ഇടാൻ. നമ്മളിപ്പോൾ എടുത്ത് ഈ അളവിൽ ചെയ്യുമ്പോൾ കുറഞ്ഞത് 3 ബാച്ചായിട്ടെങ്കിലും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ചിക്കൻ ഇട്ട് ആദ്യത്തെ 1 മിനിറ്റ് നേരം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ ചിക്കൻ ഇട്ട ശേഷം ഉടനെ ഇളക്കരുത്. അങ്ങനെ ഇളക്കിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയൊക്കെ ഇളകിപ്പോകും. 1 മിനിറ്റിന് ശേഷം തീ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ചിക്കൻ പീസുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത് ഏകദേശം 12 മുതൽ 14 മിനിറ്റ് നേരം വരെയാണ്. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂട്, പാനിൻ്റെ വലിപ്പം, ചിക്കൻ പീസുകളുടെ വലിപ്പം ഇതൊക്കെ അനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുമ്പോൾ ചിക്കൻ പീസുകൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വേവുന്ന പരുവത്തിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇതിനു ശേഷം നമ്മളിത് കാര്യമായി വേവിക്കുന്നില്ല. ചിക്കൻ ഇട്ട് ഏകദേശം 7 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാ പീസുകളും ഒന്ന് മറച്ചിടുക. മറച്ചിട്ട ശേഷം വീണ്ടും ഏകദേശം 6-7 മിനിറ്റ് നേരം കൂടി ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം 13 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. വീണ്ടും കടായി ചൂടാക്കിയ ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത ബാലൻസ് ഉള്ള എണ്ണയിൽ നിന്നും 4 ടേബിൾ സ്പൂൺ എണ്ണയെടുത്ത് ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉണക്കമുളക് 5 എണ്ണം ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില. ഈ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് ഉണക്കമുളക് ബ്രൗൺ കളറാവാൻ തുടങ്ങുന്നതുവരെ ഒന്ന് ഇളക്കുക. വളരെ പെട്ടെന്ന് തന്നെ അതായി കിട്ടും. പിന്നീട് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇത് നമുക്ക് ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് കോരി മാറ്റി വയ്ക്കുക. പിന്നീട് അതേ എണ്ണയിലേക്ക് 30 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്. സവോളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എങ്കിലും അത്രയും ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പകുതി സവോള ഉപയോഗിക്കുന്നത്. അടുത്തതായി കറിവേപ്പില 2-3 തണ്ട്. അവസാനമായി ഉപ്പ് 1 ടീസ്പൂൺ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോളയും ചെറിയുള്ളിയുമൊക്കെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം വഴട്ടാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ ഏകദേശം 1.5 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നീട് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, അടുത്തതായി ചില്ലി ഫ്ലേക്സ്
അതായത് ഉണക്കമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ. ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഏകദേശം 1 മിനിറ്റ് നേരം ഒന്നിളക്കുക. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെയാണ് ചേർക്കേണ്ടത്. ടൊമാറ്റോ കെച്ചപ്പിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് കറിയുടെ മധുരം കൂടും എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. അതോടൊപ്പം തന്നെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇനി അവസാനമായി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ മസാല എല്ലാ ചിക്കൻ പീസിലും ഒരുപോലെ നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം 10-15 മിനിറ്റ് നേരം വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം സെർവ് ചെയ്യുക. ഊണ്, നെയ്ച്ചോറ്, ചപ്പാത്തി തുടങ്ങിയ പ്രധാന ഡിഷുകളുടെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടോ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടാട്ടം സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.